ഹലോ ഹലോ. മളുസേ, എന്തോയി? ഇപ്പൊ കുറച്ച് തിരക്കാണല്ലേ? ആർക്ക്? എനിക്കാണോ? ആ, എനക്ക് തന്നെ. ഇപ്പൊ പഴയതുപോലെ വിളിക്കാന്ന് കിട്ടണേ ഇല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ മാത്രം തിരക്കിലുള്ളൂ, നിങ്ങളൊന്നും തിരക്കില്ലല്ലേ? ഞാൻ തിരക്കിലുണ്ട്, എന്നാലും ഞാൻ ഇടയ്ക്ക് വിളിക്കുമല്ലോ. നിങ്ങൾ വിളിക്കുന്ന ടൈമിൽ ഞാൻ തിരക്കിലാണ് എൻ്റെ കുറ്റ. ആരെയും കുറ്റമല്ല, എല്ലാതും സംഭവിച്ചു പോണതാണ്. വെറുതെ എന്തിനാ ആകെ കിട്ടുന്ന ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ. മുന്നേ ആയിരുന്നെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം സംസാരിക്കാനേ സമയമില്ല. രണ്ടാൾക്കും തിരക്കായി പറഞ്ഞു പറഞ്ഞു. രണ്ടാൾക്ക് തിരക്കൊന്നുമില്ല, എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. നിങ്ങൾക്കല്ലേ ഫുൾ ടൈം തിരക്കും. എന്തായാലും വേണ്ടിയില്ല. ഇപ്പൊ വിളിയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയില്ലേ? പിന്നെ ഞാനൊരു പ്രശ്നത്തിലും തിരക്കിലൊക്കെ പെടുമ്പോ പിന്നെ അത് ശ്രദ്ധിക്കാറില്ല. അതെനിക്ക് തോന്നി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന്. അല്ലെങ്കിൽ നോർമലി ഒരു 10-15 കോളും മെസ്സേജും ഒക്കെ കാണുന്നതാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് അതൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്താണെന്ന് ഞാൻ ചോദിക്കണില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ വീണ്ടും തെറ്റും. തെറ്റാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞത് മനസ്സിലായില്ലേ? അത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. അതൊക്കെ മനസ്സിലായല്ലോ. എന്തായാലും സ്വന്തമായിട്ട് തന്നെ തീർക്കിട്ടോ. അതെ, ഞാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അല്ല, എന്ത്? തീർക്കാനറിയില്ല. എനിക്കതറിയാം. എനിക്ക് എന്ത് പ്രശ്നവും ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം. പ്രശ്നം ഉണ്ടാക്കാനല്ല, തീർക്കാൻ അറിയാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ. അത് സാരമില്ല, എൻ്റെ ഇഷ്ടം പോലെ. അതെല്ലാം എനിക്ക് വിട്ടുന്നില്ലേ ഭാവിച്ചേ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ മറക്കല്ലേ. നിങ്ങളെ മറക്കൂലാലോ. അല്ല, ഇടയ്ക്ക് ഞാൻ എന്തിനാ ഓർമ്മിപ്പിക്കുന്നതെന്ന് അറിയോ? ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്നെ മറക്കണേ അല്ല, നമ്മൾ രണ്ടാളെ. അതെന്താ ഓർക്കാത്തെ? അങ്ങനെ ഓർക്കണമെങ്കിലേ എങ്ങനെ ഓർക്കണമെങ്കിൽ ഞാൻ വരട്ടെ പോയി ഒരു പ്രശ്നം ഇല്ലാണ്ട് ഞാനിരുന്നു. അത് സാരമില്ല, ഇപ്പോൾ ഉള്ളത് തീർക്കിട്ടോ. അതൊക്കെ എപ്പോഴേ തീർത്തു. അത് തീർത്തിട്ട് ഒന്ന് ഫ്രീ ആവും, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സോറി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. തീരാവുന്നേ ഉള്ളൂ, എങ്കിലും അത് തീരണ്ടേ. അതൊക്കെ പെട്ടെന്ന് തീരും. ഈഗോ മാറാണ്ട് തീരൂല. പതുക്കെ മതി. നിങ്ങളെ പെങ്ങൾക്ക് ഭയങ്കര ഈഗോ നിന്നിട്ട് ഒരു കാര്യം സമ്മതിച്ചിരൂലേ, അപ്പൊ ഇക്കാണ്ട് ദേഷ്യം പിടിക്കും. അതിനാണോ ഈഗോ എന്ന് പറയണേ? എനിക്ക് അങ്ങനെയൊക്കെ പറയാം. എൻ്റെ രീതിയിലല്ലേ? എൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും ഒരാളൊക്കെ ക്ഷമിച്ചാൽ കാര്യം തീരും. അതുകൊണ്ടാ ഞാൻ ക്ഷമിച്ചു കൊടുക്കണം ഇപ്പൊ. അതെനിക്ക് മനസ്സിലായി, നല്ല ക്ഷമയുള്ള കുട്ടിയാണ്. എന്തായാലും സാരമില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ തന്നെ മുമ്പിലോട്ട് പോയിക്കോട്ടെ. അതൊക്കെ മനസ്സിലായി, നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അല്ല, എവിടം വരെ പോകുമെന്ന് അറിയണ്ടേ വാച്ചി? ആയിക്കോട്ടെ സാറേ. എത്ര കാലമൊന്നും പറഞ്ഞല്ലേ. ഞങ്ങൾ എത്ര തല്ലൂടിയല്ലേ, ഒരു 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളേ. അത് സാരമില്ല, 2 ദിവസമാണെങ്കിൽ 2 ദിവസമല്ലേ. ദിവസം ഓക്കെ ആയിക്കോട്ടെ. അത് തീരുമ്പോ എന്നെ വിളിക്കണം കേട്ടോ, ഫ്രീ ആയിട്ട്. ആയിക്കോട്ടെ സാറേ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ചങ്ങോട്ട് പറയാന്. വലിയൊന്നുമില്ല, ചുമ്മാ ആയിക്കോട്ടെ. ഇഷ്ടം ഉണ്ടായതുകൊണ്ട് പറയണ കേട്ടോ.